ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയുടെ കാറ് പോലീസുകാർ പിടിച്ചെടുക്കുകയാണ്. അതിനുശേഷം സച്ചി അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. വീട്ടിലേക്ക് എത്തുമ്പോൾ ആരും സച്ചിയെ മനസ്സിലാക്കാതെ രവീന്ദ്രനാണെങ്കിൽ സച്ചിയുടെ കരണക്കുറ്റി നോക്കി ഒന്നാ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും സച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. രേവതിയാണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട് ഈ ഒരു കാര്യം കണ്ടിട്ട്. എന്തായാലും രേവതിയെ തന്നെയാണ് നമ്മുടെ ചന്ദ്ര കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. രേവതിയുടെ സ്വഭാവത്തിന്റെ കുഴപ്പമാണ്, രേവതിയാണ് അവനിങ്ങനെ കുടിക്കാൻ വിടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയെ കിട്ടിയ അവസരം എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ്, രേവതിയെയും നമ്മുടെ സച്ചിയെയൊക്കെ. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ രേവതി പുറത്ത് ഇങ്ങനെ പൂക്കടയുടെ അവിടേക്ക് ഇങ്ങനെ പോവാണ്. അപ്പൊ ആ സമയത്ത് അവിടുത്തെ രേവതിയെ പരിചയമുള്ളൊരു ചേച്ചി പറയുന്നുണ്ട്, മോളുടെ ഭർത്താവിന്റെ വീഡിയോ കണ്ടായിരുന്നു, ഇത്രയധികം കുടിക്കുന്ന ഒരാളാണോ മോളുടെ ഭർത്താവ്, മോൾ എങ്ങനെയാ ആളുടെ കൂടെ ജീവിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് എന്താ ചെയ്യാ ചേച്ചി, അതെന്റെ വിധിയാണെന്നൊക്കെ പറയുമ്പോൾ, അതെ എൻ്റെ ഭർത്താവ് ഇതുപോലെ തന്നെയായിരുന്നു, ഇതുപോലെ ഭയങ്കരമായിട്ട് കുടിക്കുന്ന ഒരാളായിരുന്നു, തന്നെയല്ല ആ കുടിക്കൽ ഞാൻ നിർത്തിയത് ഒരു മരുന്ന് ഉപയോഗിച്ചിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്ത് മരുന്നാ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇവള് രേവതി ചോദിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് രേവതിയോട് പറയുന്നുണ്ട്, അത് ഞാൻ നിനക്ക് ഇപ്പൊ വേണമെങ്കിൽ തരാം, അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മദ്യം കുടിക്കാനും തോന്നില്ല, മദ്യം ഒരിക്കലും ഉപയോഗിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. എന്നാ ഇത് ചേച്ചി നേരത്തോടെ പറയണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ആ സ്ത്രീ ആണെങ്കിൽ രേവതിക്ക് മരുന്നൊക്കെ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ മരുന്നുമായിട്ട് രേവതി വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ വാങ്ങി തന്ന ഫ്രൂട്ട്സ് ആണ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു ഓറഞ്ച് ആണ് എന്ന് പറഞ്ഞിട്ട് ആ ഓറഞ്ചിന്റെ ജ്യൂസിൽ ഈ ഒരു മരുന്ന് കലക്കി അങ്ങനെ വെക്കുകയാണ്. അത് നമ്മുടെ സച്ചിക്ക് കൊടുക്കാൻ വേണ്ടി അടുക്കളയിൽ അങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ ചന്ദ്ര അവിടെ ഇങ്ങനെ തെരാപ്പാരൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ സച്ചി അവിടേക്ക് വരുമ്പോൾ സച്ചിയോടായിട്ട് രേവതി പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എനിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ, അച്ഛൻ വാങ്ങി തന്നതാണ്, നിങ്ങളോട് പറഞ്ഞ് മറ്റുള്ള സാധനങ്ങളൊക്കെ കുടിക്കൽ നിർത്തിയിട്ട് ആരോഗ്യമുള്ള സാധനങ്ങൾ കുടിക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ വാങ്ങി തന്നതാണ് ഓറഞ്ച്, അതാണ് ഞാൻ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് നമ്മുടെ സച്ചി. അതെ എന്ന് പറയണം, എന്നാൽ എന്തായാലും എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് സച്ചി ആണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. രേവതി ജ്യൂസ് എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും അവിടെ ചന്ദ്ര വന്നിട്ട് ആ ജ്യൂസ് എടുത്ത് കുടിക്കുകയാണ്. അങ്ങനെ ആ ജ്യൂസ് കുടിക്കുന്ന കാഴ്ച കണ്ട് രേവതിക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. അത് മുഴുവനും കുടിച്ച് പാത്രം അവിടെ കാലിയാക്കി വെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം രേവതി വന്നിട്ട് പറയുന്നുണ്ട്, അത് അമ്മ കുടിച്ചായിരുന്നു എന്ന് സച്ചിയോട് പറയാണ്. രേവതിക്ക് ആകെ ടെൻഷനായി, അതിൽ മരുന്നൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് രേവതി ചന്ദ്രയെ വന്ന് നോക്കുന്നുണ്ട്. ചന്ദ്രയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ആ സമയത്ത് രേവതി പെട്ടെന്ന് തന്നെ തൻ്റെ സ്കൂട്ടിയും എടുത്ത് വേഗം പോവുകയാണ് ആ ചേച്ചിയെ കാണാൻ വേണ്ടി. ആ ചേച്ചിയെ ഒന്ന് വിളിച്ചു നോക്കുന്നുണ്ട് ഫോണിൽ. അപ്പം കിട്ടാണ്ടായപ്പോഴാണ് ഫോണിൽ നേരിട്ട് കാണാൻ പോകുന്നത്. അങ്ങനെ അവിടെ എത്തുമ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട്, അയ്യോ മദ്യപിക്കാത്ത ഒരാൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ വയറിളക്കം ഉണ്ടായിരിക്കും, നല്ല രീതിയിൽ ഇത് രണ്ടും നല്ല കൂടുതലായിരിക്കും എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഇവിടെ ചന്ദ്രയ്ക്ക് തുടങ്ങി ഏതു നേരം ബാത്റൂമിൽ പോക്കും, അതുപോലെ തന്നെ തളർന്ന് തവിട് പൊടി ഒരു 10-15 പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ട്. അങ്ങനെ ഭാമൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഭാമക്ക് എന്താ നിനക്ക് പറ്റിയത്, നീ എന്താ കഴിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ലല്ലോ എന്ന് ചന്ദ്ര പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രേവതി അവിടേക്ക് ഓടി വരികയാണ്. അപ്പൊ രേവതി പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, പെട്ടെന്ന് മാറിക്കോളും എന്നിങ്ങനെ രേവതി പറയുമ്പോൾ, അത് നിനക്കെങ്ങനെ അറിയാം, അത് പിന്നെ ഞാൻ സച്ചിയേട്ടന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച ജ്യൂസാണ് അമ്മ കഴിച്ചതെന്ന് പറയുമ്പോൾ, അതിനെന്താ കുഴപ്പം, ഞാൻ അതിൽ മരുന്ന് കലർത്തിയായിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടിട്ട് അപ്പം ആ സമയത്ത് അവിടെ, അപ്പോൾ എന്ത് മരുന്നാടി നീ കലർത്തിയത്, നീ എന്തെങ്കിലും വിഷം വെച്ചതാണോടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്ര. അപ്പം അതൊന്നല്ല, മരുന്ന് കലർത്തിയത് അദ്ദേഹത്തിന്റെ കുടി മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാണ്. അപ്പം സച്ചിയും അരികിൽ നിൽക്കണം. സച്ചിക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നാണ്. കാരണം തന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. അങ്ങനെ സച്ചി ആണെങ്കിൽ കൂട്ടുകാരുടെ ഇടയിലൊക്കെ ചെന്ന് നിന്നിട്ട് പൊട്ടിക്കരയുന്നുണ്ട്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. എന്തായാലും സച്ചിയുടെ കൂട്ടുകാരന്മാര് രേവതിയെ കണ്ട് വിവരം പറയുന്നുണ്ട്.
അവനൊരിക്കലും ആ ഒരു വാഹനം മദ്യപിച്ചിട്ട് ഓടിക്കില്ല. കാരണം അവൻ എപ്പോഴും പറയാറുള്ളതാണ്, രേവതി വാങ്ങി തന്ന സമ്മാനമാണ്, അതുകൊണ്ട് ഒരിക്കലും അവൻ അതിൻ്റെ രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് ആ വണ്ടി നോക്കുന്നതും അത് പരിചരിക്കുന്നതും. അതുകൊണ്ട് ഒരിക്കലും രേവതി അത് വിശ്വസിക്കരുത്. ഇതിൻ്റെ പുറകിൽ എന്തൊക്കെയോ ഉണ്ട്, അതെന്തായാലും രേവതിക്ക് മാത്രമേ തെളിയിക്കാൻ കഴിയുള്ളൂ എന്ന് കൂട്ടുകാരെ രേവതിയോട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും രേവതി തന്നെയാണ് അത് തെളിയിക്കാൻ പോകുന്നത്. അതെന്താണെന്ന് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ പറയാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ബൈ, താങ്ക് യു.